നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 72ന്റെയും 73ന്റെയും പരീക്ഷയാണ്. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ടൊക്കെ ഇരിക്കുമല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന ദിവസങ്ങളായിരുന്നു. അപ്പോൾ ടെസ്റ്റിലോട്ട് പോവാം. എൻ്റെ പേര് അശ്വതി. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണേ. തുടങ്ങാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ വെൽക്കം ടു അവർ ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സ്നേഹം കാണിച്ചിട്ട് പോവാം. ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ പോർഷൻസ് ഒക്കെ കൊടുക്കുന്നതില്ലേ ടെലഗ്രാം ചാനൽ വഴിയാണ്. ഫ്രീ ആയിട്ട് തന്നെയാണ് പോർഷൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഉണ്ടായിരിക്കുമേ. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ് ആദ്യമായി നിയമസഭ രൂപീകരിച്ചത്. 2. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് 1949 നവംബർ 22-നാണ്. 3. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. 4. 1952 ഒഡീഷയിൽ ഗവർണറായി ചുമതലയേറ്റ മലയാളിയാണ് VP മേനോൻ. അപ്പൊ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ശരിയായവ കണ്ടെത്താനാ പറഞ്ഞേക്കുന്നത്. ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതണേ. രണ്ട്, എനിക്കൊരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, സർദാർ വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധര തിലക്. 3. NCERT സ്ഥാപിതമായ വർഷം 1951, 1961, 1971, 1981. 4. ചേരിചേര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ചേരിചേര പ്രസ്ഥാനം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് VK മേനോനാണ്. രണ്ടാമത്തെ പ്രസ്താവന, ചേരിചേര പ്രസ്ഥാനം സ്ഥാപിതമായത് 1961-ലാണ്. മൂന്നാമത്തെ പ്രസ്താവന, ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ യൂഗോസ്ലേവിയൻ പ്രസിഡന്റാണ് ഗമാൽ അബ്ദുൾ നാസർ. നാലാമത്തെ പ്രസ്താവന, ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് പഞ്ചശീല തത്വങ്ങളാണ്. തെറ്റായത് കണ്ടെത്തി എഴുതുക. അഞ്ചാമത്തെ ചോദ്യം, ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ്. ഇത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധി, അഹമ്മദ് സുകാർണോ, ജവഹർലാൽ നെഹ്റു, ക്വാമി എൻക്രൂമ. 6. സ്വാതന്ത്ര്യാനന്തരം നടന്ന കരാറുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, 1966 ജനുവരി 10-നാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റാണ് അയൂബ് ഖാനും തമ്മിൽ താഷ്കണ്ട് കരാർ ഒപ്പുവെച്ചത്. സോവിയറ്റ് യൂണിയൻ പ്രധാനമന്ത്രിയായിരുന്ന കോസിഗിൻ ആണ് കരാറിൽ മധ്യസ്ഥത വഹിച്ചത്. ഒരു കൊച്ചുകുരുവിയുടെ അവസാന വിജയം എന്ന് വിശേഷിപ്പിക്കുന്ന കരാറാണ് താഷ്കണ്ട് കരാർ. അപ്പൊ ഈ 3 പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതിക്കോളാം. 7. സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ബി, 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടന നിയമം പാസാക്കി. സി, ഫസൽ അലിയായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഡി, 1922 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇതിലൊരു പ്രസ്താവന തെറ്റാണ്. തെറ്റായത് കണ്ടെത്തി എഴുതുക.
8. സാമൂഹികപരമായ തൊട്ടുകൂടായ്മ നടപ്പിലാക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന പൗരാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3, സെക്ഷൻ 4, സെക്ഷൻ 5, സെക്ഷൻ 6. 9. തൊട്ടുകൂടായ്മയുടെ പേരിൽ ആശുപത്രികളിൽ വ്യക്തികളെ പ്രവേശിപ്പിക്കുന്നതിന് വിസമ്മതിച്ചാലുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 5, സെക്ഷൻ 6. 10. പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തി കുറ്റം രണ്ടാമത്തെ തവണയും ആവർത്തിച്ചാൽ ഉള്ള ശിക്ഷ എന്താണ്? 6 മാസത്തിൽ കുറയാത്തതും 1 വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും 200 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായ പിഴ ശിക്ഷയും. ബി. 1 വർഷത്തിൽ കുറയാത്തതും 2 വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും കൂടാതെ 500 രൂപയിൽ കുറയാത്തതും 1000 രൂപയിൽ കൂടാത്തതുമായ പിഴ ശിക്ഷയും. സി. 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായ പിഴ ശിക്ഷയും. ഡി. ഇവയൊന്നും അല്ല. 11. താഴെ പറയുന്നവയിൽ പിതൃതർപ്പണത്തിന് പേരുകേട്ട ക്ഷേത്രം ഏതാണ്? തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, തിരുവുള്ളക്കാവ് ധർമ്മശാസ്ത ക്ഷേത്രം. 12. ഉത്സവത്തോടനുബന്ധിച്ച് 7.5 പൊന്നാനയെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രം ഏതാണ്? വൈക്കം, ഏറ്റുമാനൂർ, തൃശൂർ, തിരുനക്കര. 13. കേരളത്തിലെ ആദ്യ മുസ്ലിം പള്ളി സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. എ. ക്രിസ്തുമത പ്രചാരകരും യഹൂദരും ആദ്യമായി വന്നിറങ്ങിയ സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. ബി. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത്. സി. അറബ് നാട്ടിൽ നിന്നും വന്ന മാലിക് ഇബ്നു ദിനാർ ആണ് 659 ഈ പള്ളി പണി കഴിപ്പിച്ചത്. ഡി. നിലവിളക്ക് കൊളുത്തിവെക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ മുസ്ലിം പള്ളിയാണിത്. എഴുതിക്കോളൂ. തെറ്റായ പ്രസ്താവനയാണേ. 14. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. പ്രസിദ്ധ അറബി മലയാള കൃതിയായ മുഹൈദ്ദീൻ മാലയുടെ കർത്താവാണ് ഖാസി മുഹമ്മദ്. ബി. 18-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ മിഷണറിമാർ രചിച്ച കൃതികളാണ് പുത്തൻപാന, വർത്തമാന പുസ്തകം എന്നിവ. സി. പെരുമാൾ കാലത്ത് നിലനിന്നിരുന്ന പെരുമാറ്റച്ചട്ടം മൂഴിക്കുളം കച്ചം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഡി. കുഴിക്കാണം എന്നാൽ മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന ശിക്ഷാരീതിയാണ്. 15. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന: പ്രകാശഘട്ടത്തിൽ പ്രകാശോർജം രാസോർജമായി ATP തന്മാത്രയിൽ സംഭരിക്കപ്പെടുന്നു. 2. ജലത്തിന്റെ വിഘടനം മൂലം ഓക്സിജൻ പുറത്തുവിടുന്നത് ഇരുണ്ട ഘട്ടത്തിലാണ്. 3. അമിനോ ആസിഡ് നിർമ്മാണമാണ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ നടക്കുന്നത്. 4. ഇലയുടെ മുകൾ ഭാഗത്ത് ഹരിതകണം കൂടുതലായി കാണപ്പെടുന്നു. അപ്പൊ ഇതില് തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോണേ. 16. ചുവടെ തന്നിരിക്കുന്നതിൽ ബ്രൗസറിന് ഉദാഹരണമല്ലാത്തത്: സഫാരി, എപ്പിക്, യാഹൂ, ഒപ്പേറ. 17. HTMLന്റെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോണേ. 18. 5 സംഖ്യകളുടെ ശരാശരി 20 ആണ്. ഇതിലൊരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 23 കിട്ടി എങ്കിൽ ഒഴിവാക്കിയ സംഖ്യ ഏത്? 4, 5, 100, 8. ഓക്കെ, ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളേ. ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് നോക്കാം. 1. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന ശരിയാണേ.
തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ് ആദ്യമായി നിയമസഭ രൂപീകരിച്ചത്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റിപ്പോയി. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് 1949 നവംബർ മാസം 23 നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ. ശരി. 1952 ഒഡീഷയിൽ ഗവർണറായി ചുമതലയേറ്റ മലയാളിയാണ് VP മേനോൻ. ശരി. 1, 3, 4 1, 3, 4 മാത്രം. ബി ആണ് ഉത്തരം. 2. എനിക്കൊരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞതാരാ? സർദാർ വല്ലഭായ് പട്ടേലാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. സർദാർ വല്ലഭായ് പട്ടേൽ. 3. NCERT സ്ഥാപിതമായ വർഷം 1951, 61, 71, 81. 61 NCERT സ്ഥാപിതമായത്. 4. ചേരിചേര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. ഇവിടെ തെറ്റായിട്ടുള്ളത് സി ആണേ. ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ യുഗോസ്ലേവിയൻ പ്രസിഡന്റിന്റെ പേരെന്തുവാ? മാർഷൽ ടിറ്റോ. ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണ്. അടുത്ത ചോദ്യം. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ്. ഇതാരുടെ വാക്കുകൾ? ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് ഇത്. 6. സ്വാതന്ത്ര്യാനന്തരം നടന്ന കരാറുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ഈ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. മേൽപ്പറഞ്ഞവ എല്ലാം. അതാണ് ഉത്തരം. ഡി. 7. സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. തെറ്റായത് കണ്ടെത്തുക. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാ? ഡി ആണ്. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. 8. സാമൂഹികപരമായ തൊട്ടുകൂടായ്മ നടപ്പിലാക്കുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന പൗരാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് ഏത്? ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സാമൂഹ്യപരമായ തൊട്ടുകൂടായ്മ നടപ്പിലാക്കുന്നതിനുള്ള ശിക്ഷ സെക്ഷൻ 4 ആണ്. ബി. 9. തൊട്ടുകൂടായ്മയുടെ പേരിൽ ആശുപത്രികളിൽ വ്യക്തികളെ പ്രവേശിപ്പിക്കുന്നതിന് വിസമ്മതിച്ചാലുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്നത് സെക്ഷൻ 5 സി. 10. പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തി കുറ്റം രണ്ടാമത്തെ തവണയും ആവർത്തിച്ചാലുള്ള ശിക്ഷ എ. 6 മാസത്തിൽ കുറയാത്തതും 1 വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും 200 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായ പിഴ ശിക്ഷയുമാണ്. 11. താഴെ പറയുന്നവയിൽ പിതൃതർപ്പണത്തിന് പേരുകേട്ട ക്ഷേത്രമാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. എ ആണ് ഉത്തരം. 12. ഉത്സവത്തോടനുബന്ധിച്ച് 7.5 പൊന്നാനയെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രം ഏത്? ഏറ്റുമാനൂർ ക്ഷേത്രമാണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ബി. 13. കേരളത്തിലെ ആദ്യ മുസ്ലിം പള്ളി സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. തെറ്റായിട്ടുള്ള പ്രസ്താവന സി ആണ്. അറബ് നാട്ടിൽ നിന്നും വന്ന മാലിക് ഇബ്നു ദിനാർ ആണ് 629 ഈ പള്ളി പണി കഴിപ്പിച്ചത്. 14. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഡി ആണ്. കുഴിക്കാണം എന്നാൽ മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന നികുതി ഇളവാണ്. നികുതി ഇളവ്. 15. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. 2ഉം 3ഉം ആണ് തെറ്റായത്. ജലത്തിന്റെ വിഘടനം മൂലം ഓക്സിജൻ പുറത്തുവിടുന്നത് നടക്കുന്നത് എവിടെയാ? പ്രകാശഘട്ടത്തിലാണ്. അമിനോ ആസിഡ് നിർമ്മാണമാണോ പ്രകാശ സംശ്ലേഷണത്തിലൂടെ നടക്കുന്ന? ഗ്ലൂക്കോസിന്റെ നിർമ്മാണം. 2ഉം 3ഉം ആണ് തെറ്റിപ്പോയത്. ബി. 16. ചുവടെ തന്നിരിക്കുന്നവയിൽ ബ്രൗസറിന് ഉദാഹരണമല്ലാത്തത് യാഹൂ. യാഹൂ ഒരു സെർച്ച് എഞ്ചിനാണ്. HTMLന്റെ പൂർണ്ണരൂപം. HTMLന്റെ പൂർണ്ണരൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. 18. 5 സംഖ്യകളുടെ ശരാശരി 20. ഇതിലൊരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 23 കിട്ടിയെങ്കിൽ ഒഴിവാക്കിയ സംഖ്യ 8. ശരാശരി ആവറേജ്. ആവറേജ് എന്നാൽ സം ബൈ നമ്പർ. സം ബൈ നമ്പർ ആണ്.
ഇവിടെ 5 സംഖ്യകളുടെ ശരാശരി 20 എന്ന് തന്നിട്ടുണ്ട്. അപ്പം 20 ഈസ് ഈക്വൽ ടു സം ബൈ എത്ര സംഖ്യകളുടെയാണ്? 5 സംഖ്യകളുടെ. അപ്പൊ സം എങ്ങനെ കണ്ടുപിടിക്കും? 20 ഇൻറ്റു 5 ചെയ്താൽ മതി. അപ്പൊ സം എന്ന് പറയുന്നത് 20 ഇൻറ്റു 5 100. അപ്പൊ ഈ സമ്മിൽ നിന്നും, അതായത് ആ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയപ്പോഴത്തേക്കും 100 കിട്ടിയില്ലേ? ഇതിൽ നിന്ന് ഒരു സംഖ്യ ഒഴിവാക്കി. ആ ഒഴിവാക്കിയ സംഖ്യയെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ ഈ സമ്മിൽ നിന്നും എക്സ് എന്ന് പറയുന്ന സംഖ്യ ഒഴിവാക്കി. അപ്പൊ 100 മൈനസ് എക്സ് ആണ് ബാക്കിയുള്ള സംഖ്യകൾ. ഇനി ബാക്കി എത്ര സംഖ്യയുണ്ട്? 5 സംഖ്യ ഉണ്ടായിരുന്നു, എക്സിനെ ഒഴിവാക്കിയപ്പം 4 സംഖ്യ. അപ്പം 100 മൈനസ് എക്സ് ബൈ 4 ആണ് പുതിയ ശരാശരി 23. സം ബൈ നമ്പർ ആണ് ശരാശരി. ഇപ്പോഴത്തെ സം എന്ന് പറയുന്നത് 100 മൈനസ് എക്സ്, കാരണം എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ ഒഴിവാക്കി. അപ്പൊ 100 മൈനസ് എക്സ് ആണ് സം. ഇപ്പൊ എത്ര സംഖ്യയുണ്ട്? 4 സംഖ്യ. അപ്പൊ 100 മൈനസ് എക്സ് ബൈ 4 ആണ് 23 എന്ന് പറയുന്ന പുതിയ ആവറേജ്. അപ്പൊ 100 മൈനസ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ 4 കൊണ്ട് 23നെ മൾട്ടിപ്ലൈ ചെയ്യണം. 23 ഇൻറ്റു 4 എന്ന് പറയുന്നത് 92. അപ്പൊ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? 100 മൈനസ് 92. 100 മൈനസ് 92 എന്ന് പറയുമ്പം 8 ആണ് ഉത്തരം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഒരുപാട് പോർഷൻസ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നെങ്കിൽ അതിന് സമയം കണ്ടെത്തി പഠിക്കണം. എന്തായാലും പഠിച്ചേക്കാം. പിന്നെ ഈ പൗരാവകാശ സംരക്ഷണ നിയമം ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കണ്ടാൽ മതി. അതിനകത്ത് ഈ സെഷൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കും. ഒന്ന് കയറി ജോയിൻ ചെയ്തേക്കാം. വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.